ഭീകരാക്രമണം നടന്ന പഹൽഗാമിൽ മാതൃഭൂമി ന്യൂസ് സംഘം എത്തി. ഭീകരാക്രമണം നടന്ന ബൈസരൺ വാലിയിൽ എത്താനുള്ള 3 വഴികളിൽ 2 വഴികളും സുരക്ഷാ സേന അടച്ചു. 3-ാം വഴിയിലൂടെയാണ് മാതൃഭൂമി ന്യൂസ് സംഘം ബൈസരൺ വാലിയിൽ എത്തിയത്. ബൈസരൺ വാലിയിൽ നിന്ന് ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഈ ബൈസൺ വാലിയിലേക്ക് എത്തിച്ചേർന്നു എന്ന് തന്നെ കരുതുന്നു. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സുരക്ഷ എത്രത്തോളം ശക്തമാണ്? മോദി, ഞാനും ക്യാമറാമാൻ ജഗദീഷും ഇപ്പോൾ ഉള്ളത് ബൈസൺ വാലിയിലാണ്. അതായത് നമുക്ക് ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വാരകൾക്കപ്പുറത്താണ് ഈ ഭീകരാക്രമണം, നാടിനെ നടുക്കിയ ഈ ഭീകരാക്രമണം നടന്നത്. ഈ നേരത്തെ മോദി പറഞ്ഞതുപോലെ തന്നെ ബൈസൺ വാലിയിലേക്കുള്ള മിക്ക വഴികളും ഇപ്പോൾ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭീകരാക്രമണം നടന്ന, അതായത് ഈ ഷൂട്ട് ഔട്ട് നടന്ന സ്ഥലത്തേക്ക് എത്തുന്നതിന് വലിയ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം പോയിരുന്ന വഴിയിലൂടെ പോയിരുന്നപ്പോൾ ഏതാണ്ട് രാവിലെ പഹൽഗാമിൽ നിന്ന് 7 കിലോമീറ്ററോളം നമ്മൾ ട്രക്ക് ചെയ്തായിരുന്നു ആ സ്ഥലത്തിന് തൊട്ടടുത്തെത്തിയിരുന്നത്. പക്ഷെ അവിടെ ചില ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റും അവിടെ ഷൂട്ട് ചെയ്യരുത് നമ്മളോട് പറഞ്ഞു. നമ്മൾ സ്വാഭാവികമായും അവർ പറയുന്നതിനനുസരിച്ച് മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുരക്ഷയെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഷൂട്ടിങ്ങും വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കാനുണ്ടായത്. തുടർന്ന് വീണ്ടും പഹൽഗാമിലെത്തി ഇപ്പോൾ ഈ സൈന്യം അനുവദിച്ചിരിക്കുന്ന ഒരു വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ ഈ വീണ്ടും ഈ ബൈസൺ വാലിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പാതയുടെ ദുർഘടാവസ്ഥയൊക്കെ കാണാം. നമ്മൾക്ക് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് അഭിമാനം തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത്രയും ദുർഘടം പിടിച്ച പാതയിലൂടെയായിരുന്നു മെനിഞ്ഞാന്ന് ഈ രക്ഷാപ്രവർത്തനം മുഴുവൻ നടത്തിയിരുന്നത്. അതായത് ഈ വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റവരും മറ്റും അവിടെ നിന്ന് ഈ അതിനിടയിൽ നമ്മുടെ ക്യാമറാമാൻ ജഗദീഷിനൊന്ന് വീണു. കാരണം പറയാൻ പറ്റില്ല, കാരണം അത്രത്തോളം വലിയ ഈ വഴുക്കലുണ്ട്, ചെളി നിറഞ്ഞു കിടക്കുകയാണ്. ഈ സ്ഥലത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സൈന്യം അവരുടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. ഈ വെടിവെപ്പ് നടന്ന സ്ഥലത്ത്, അതായത് ആ വാലിയുടെ ആ പ്രദേശത്ത് മാത്രം നിലവിൽ ആരെയും പ്രവേശനം അനുവദിച്ചിട്ടില്ല. കാരണം അതൊരു ക്രൈം സീനാണ്. അവിടെ നിന്ന് ഇനിയും തെളിവുകൾ ശേഖരിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് അതുവരെ പോകാൻ വേണ്ടി അനുവദിക്കില്ല എന്ന് സൈനിക ഉദ്യോഗസ്ഥർ. ബാലഗോപാൽ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എത്രത്തോളം സുരക്ഷിതമാണ്? സൈനികർ എന്താണ് പറയുന്നത് ആ സ്ഥലത്തെ പറ്റി? കാരണം ദൃശ്യങ്ങളിൽ അതൊരു വനത്തിന് സമാനമായ മേഖലയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരക്ഷിതമാണ് എന്ന് വേണം കരുതേണ്ട. കാരണം നമ്മൾ ഈ പോലീസിന്റെ ജമ്മു കാശ്മീർ പോലീസിന്റെ അടുത്തൊക്കെ ചോദിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പാതയിലൂടെ വരുന്നത്. കാരണം രാവിലെ ഇവിടേക്ക് നമ്മൾ ആദ്യം ട്രക്ക് ചെയ്തിരുന്ന പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പരമ്പരാഗത പാതയായിരുന്നു. കാരണം സ്ഥിരമായി ആൾക്കാർ ഉപയോഗിക്കുന്ന പാതയല്ല. എന്നോടൊപ്പം വന്നിരുന്ന ക്യാമറാമാൻ ജഗദീഷ് ഇതിന് മുമ്പ് ഈ സ്ഥലത്ത് വന്നിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വഴി നല്ല അറിയാമായിരുന്നു. ആ സാഹചര്യത്തിലാണ് നമ്മൾ ആ പാതയിലൂടെ ആദ്യം അവിടെ എത്താൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അത് കുറച്ച് കറങ്ങിയൊക്കെ ആയിരുന്നു എത്തേണ്ടിയിരുന്നത്. 7 കിലോമീറ്ററോളം രാവിലെ നമ്മൾ ട്രക്ക് ചെയ്തിരുന്നു. പക്ഷേ ആ ട്രക്ക് ചെയ്തപ്പോഴൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും അവസാനം ചെന്നപ്പോൾ അതൊരു സൈനിക ക്യാമ്പിൻ്റെ അടുത്തായിരുന്നു എത്തിയിരുന്നത്. തുടർന്ന് വളരെ കോർഡിയലായി അവർ നമ്മളോട് ആ പ്രദേശത്ത് ഷൂട്ടിംഗ് നടത്തരുതെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഉണ്ടായത്. അതേ തുടർന്നാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയും പിന്നീട് നമ്മളോട് പറഞ്ഞ വഴിയിലൂടെ നമ്മളിപ്പോൾ പോവുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് ഈ വിനോദസഞ്ചാരികളും മറ്റും ഇവിടെ എത്തുമ്പോൾ കുതിരയിൽ കൊണ്ടുപോകുന്ന മാർഗമാണ് ഇത്. ഈ മാർഗത്തിലൂടെയായിരുന്നു ഈ രക്ഷാപ്രവർത്തനവും മറ്റും നടന്നിരുന്നത്. കാരണം മറ്റു വഴികളിലൊന്നും തന്നെ ഇത്ര പോലും സൗകര്യങ്ങളില്ല. അപ്പോൾ ഇത്ര പോലും സൗകര്യങ്ങളില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഈ വഴിയുടെ സൗകര്യം എന്താണെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാണ്. മുഴുവൻ പാറക്കെട്ടാണ്, വെള്ളം ഒലിക്കുന്നുണ്ട്, ചെളിയുണ്ട്. ഇവിടെ നിന്നാണ് ഏതാണ്ട് സുരക്ഷാ സൈനികരും ജമ്മു കാശ്മീർ പോലീസും അവരുടെ കണക്കുകളിൽ പറയുകയാണെങ്കിൽ 5000-ത്തിലധികം പേരെയാണ് ആ ദിവസം ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തിയത്. കാരണം പലരും ഈ ട്രക്കിങ്ങിൻ്റെയൊക്കെ പാതി വഴിയിലായിരുന്നു. ഈ സംഭവം നടക്കുന്നത്, ഈ ഭീകരാക്രമണം നടക്കുന്നത് ഉച്ച കഴിഞ്ഞപ്പോഴാണ്. സാധാരണഗതിയിൽ വൈകിട്ടൊക്കെ ആകുമ്പോഴാണ് ഈ ബേസ് ക്യാമ്പിൽ എത്തിയതിന് ശേഷം ഈ സൂര്യൻ്റെ ഈ ശക്തി കുറയുമ്പോഴാണ് ഈ ട്രക്കിംഗ് ഒക്കെ ആരംഭിക്കുന്നത്. അതുകൊണ്ട് നിരവധി പേർ ആ സമയത്ത് പഹൽഗാമിലുണ്ടായിരുന്നു.
അവരൊക്കെ പലരും ട്രക്കിങ്ങിൻ്റെ പാതി വഴിയിലായിരുന്നു. അവരെയൊക്കെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചത് ഇതേ മാർഗത്തിലൂടെയായിരുന്നു. ഈ ചെറിയ വഴികൾ, അതായത് നമുക്ക് കാണാം ഈ കല്ലാണ്, മൊത്തം കല്ലാണ്. സാധാരണയൊക്കെ ഒരാൾക്ക് ഇവിടെ അത്ര പെട്ടെന്നൊന്നും ഒരു സ്പീഡിനപ്പുറം ഇതുവഴി അങ്ങനെ നടന്നു പോകാനൊന്നും വേണ്ടി കഴിയുന്ന ഒരു പാതയല്ല. ഈ അപകടം നടന്നതിൻ്റെ തൊട്ടടുത്ത, ക്ഷമിക്കണം, ഈ ഭീകരാക്രമണം നടന്നതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഞാൻ ജഗദീഷിനോട് പറയാം ആ ഭാഗത്തേക്ക് ക്യാമറ പാൻ ചെയ്യാൻ, പക്ഷേ അങ്ങോട്ടേക്ക് നമുക്കുള്ള പ്രവേശനം ലഭിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ബേസ് ക്യാമ്പിലുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞത് മുകളിലെത്തിയതിനു ശേഷം അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുക, ഒരുപക്ഷെ അവർ കടത്തിവിടുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ പോകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ രാവിലെയൊക്കെ ഞങ്ങളോട് വിവിധ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞത് അതൊരു ക്രൈം സീനാണ്, കാരണം ഇനിയും ഈ തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതായുണ്ട്. അതുകൊണ്ട് ആ മേഖലയിലേക്ക് ഉള്ള പ്രവേശനം അനുവദിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അത് സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം NIA കേസിന്റെ അന്വേഷണം ഔദ്യോഗികമായി ഏറ്റെടുക്കേണ്ടത്. ദുർഘടം പിടിച്ച മേഖലയിൽ യാത്ര ചെയ്തുകൊണ്ട് നടന്നുകൊണ്ട് സംസാരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുന്നു. പതിവായി നമ്മൾ യാത്ര ചെയ്യുന്ന വഴികളെ പോലെ ഒന്നുമല്ല. സൈന്യത്തിന്റെ സേവനം എത്രത്തോളം വിലമതിക്കാനാവാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്ന് നേരത്തെ ബാലഗോപാൽ പറഞ്ഞപ്പോൾ ഞാനും ആലോചിക്കുകയായിരുന്നു. നമ്മുടെ പ്രേക്ഷകർക്കും അത് മനസ്സിലാവുന്നു. അത്രയേറെ ബുദ്ധിമുട്ട് വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി 1-2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമോ ഒരാഴ്ചയോ ഒക്കെ ആ സ്ഥലത്ത് തങ്ങുകയും അവിടെയൊക്കെ ട്രക്കിംഗ് നടത്തുകയും ചെയ്യാം, ചിത്രങ്ങൾ പകർത്താം. പക്ഷേ ദിവസവും ഇത്തരം സേവനം നടത്തുന്ന സൈനികർക്ക് നമ്മളൊക്കെയും വിചാരിക്കുന്നതിലപ്പുറമുള്ള ശാരീരിക ശേഷിയും മനസാന്നിധ്യവും ആവശ്യമുണ്ടോ എന്ന് കൂടി മനസ്സിലാവുകയാണ്. ഈ മേഖലകളിൽ, ഈ കുന്നിൻ ചെരുവുകളിലും മലയിടുക്കുകളിലുമാണ് നമ്മുടെ സൈനികർ നിരന്തരം നമ്മുടെ ഉറക്കം സുരക്ഷിതമാക്കാൻ, നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. ഇന്ത്യൻ സൈനികർക്ക് ഒരു വലിയ സല്യൂട്ട് ഈ ഘട്ടത്തിൽ നൽകാനും തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആദരവ് അർപ്പിക്കുകയാണ്. ഏതായാലും നമ്മുടെ സുരക്ഷ അവരുടെ കരങ്ങളിലാണ് എന്നറിയാം.